സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. അപ്പൊ ഇന്ന് എന്റെ കൂടെ ഉള്ളത് ഒരു സ്പെഷ്യൽ വ്യക്തിയാണ്. ഈ വ്യക്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ കേരളത്തിൽ ചില ആൾക്കാർ ഒന്ന് കാണാനും കുറച്ചു നേരം സംസാരിക്കാനും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. നമസ്കാരം. നമസ്കാരം. ചെറുക്കൻ ഞങ്ങളാരെയും കണ്ടാൽ ചെറുക്കനായിട്ട് തോന്നത്തില്ലയോ? ചെറുക്കൻ പരിഷ്കാരിയാണെന്ന് പറഞ്ഞു. നിങ്ങളിൽ ആരും അങ്ങനെ ഒരു പരിഷ്കാരം ഒന്നും ഞാൻ കണ്ടില്ലേ. മോഹൻലാലിന് പകരം ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന ആരാണെന്ന് അറിയണ്ടേ? അമിതാഭ് ബച്ചൻ, അല്ലെങ്കിൽ രജനികാന്ത്, കമലഹാസൻ, ശങ്കരാടി ആയിരിക്കും, ചിലപ്പോ തിക്കുറിശി ആയിരിക്കും. പിന്നെ പറയാനാണെങ്കിൽ ചില ആൾക്കാർക്ക് രണ്ട് അടി അടിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ കേരളം മുഴുവൻ ആറാടിക്കൊണ്ടിരിക്കുന്ന ആറാട്ടണ്ണനാണ് ഇന്ന് എന്റെ കൂടെ. ഈ പരിഷ്കാരി എന്നൊക്കെ പറയുമ്പോ ഞാൻ വിചാരിച്ചത് ഇതൊരുമാതിരി തല മുഴുവൻ എണ്ണയും പുരട്ടി 35 ബെല്ലും പാള ബെൽറ്റും സ്വർണ്ണ പല്ലും ഒരുമാതിരി കാട്ടുമാക്കാന്റെ സൈസ്. എന്തുകൊണ്ടാണ് ചേട്ടൻ എല്ലാരും കോമാളിയായിട്ട് കാണുന്നത്? അത് മീഡിയ അങ്ങനെ കാണിച്ചതാണ്. എന്താ മനുഷ്യനെ താഴ്ത്തി കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ്. പ്രണയം തോന്നിയിട്ടുണ്ടോ? ആരോടും ഇല്ല. കമ്മിറ്റഡ് ആവാൻ താല്പര്യമുണ്ട്. അവൻ താല്പര്യം, പക്ഷെ ആരെങ്കിലും പേരുണ്ട്. ആ മത്തങ്ങ കൗളും ചളിങ്ങിയ മൂക്കും പിന്നെ ആമവാദം പിടിച്ചമാതിരി തോളും തൂക്കിയിട്ടുള്ള നടപ്പം കണ്ട പെമ്പിള്ളേര് പ്ലെയിനിൽ കയറി വരും അങ്ങ് ഈജിപ്തിൽ നിന്ന്. അപ്പൊ എന്നെ കുറിച്ച് ഇപ്പൊ ഞാൻ പറയുമ്പോ ഞാൻ ഇന്നൊരു വ്യക്തിയാണ്, ഞാൻ ഇങ്ങനെയാണ്. ഇപ്പൊ ചേട്ടൻ കോമാളി അല്ലാന്ന് ചേട്ടൻ തന്നെ പറഞ്ഞു. അതെ, ഈ മുത്തച്ഛന്റെ അടുത്തേക്ക് ഒന്നും നീക്കി പിടിച്ച തന്നെ ഒരു കാര്യം പറയാണ്ട്. ഇവിടെ ഒരാൾ മരിക്കാൻ കിടക്കുമ്പോ ഹാർമോണിയം വായിച്ച് കളിക്കാം. നിങ്ങളുടെ ഡ്രീം ലൈഫ് പാർട്ട്ണർ ആരാണ്? എന്നെ നന്നായിട്ട് സ്നേഹിക്കാനും എന്നെ ഞാൻ എങ്ങനെയാണോ എന്റെ ഈ രീതിയിൽ എന്നെ ഞാൻ ആ രീതിയിൽ കണ്ടാലോ. വിദ്യാഭ്യാസവും പരിഷ്കാരവും ഉള്ള ഒരു പെണ്ണിന് എന്നെ പോലെ പരിഷ്കാരിയായ ഒരുത്തന് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കേണ്ട ഒരു കാര്യമില്ല. ഇഷ്ടമാവും, എനിക്കറിയാം. നിങ്ങളുടെ ഡ്രീം ലൈഫ് പാർട്ട്ണർ ആരാണ്? എന്നെ നന്നായിട്ട് സ്നേഹിക്കാനും എന്നെ ഞാൻ എങ്ങനെയാണോ എന്റെ ഈ രീതിയിൽ എന്നെ ഞാൻ ആ രീതിയിൽ കണ്ടാലോ. സംസാരിച്ചു തീർക്കാൻ ഇത് രാഷ്ട്രീയമൊന്നുമല്ലല്ലോ. താല്പര്യമില്ലെന്ന് ചാച്ചൻ അന്നേ പറഞ്ഞതല്ലേ. ഇത്രയും പ്രായവ്യത്യാസം എന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കോ? വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും എന്റെ ഒരു ഫ്രണ്ടായി കണക്കാക്കുക. തീർച്ചയായിട്ടും നല്ലൊരു ഫ്രണ്ടായിട്ട് ഞാൻ നല്ലൊരു ഫ്രണ്ടായിട്ട് കൂടെ ഉണ്ടാവും. എന്തുണ്ടേലും മോളിക്കുട്ടിക്ക് എന്നോട് തുറന്നു പറയാം. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടില്ലേ പോവാൻ പറ.